ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ വന്നിട്ടുള്ളത് ഒരു നാടൻ ചേമ്പ് കറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെ കൂട്ടാൻ പറ്റിയൊരു കറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിൻ്റെ മുന്നായിട്ട് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യാം. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. പിന്നെ ഇതാ ഒരു മീഡിയം സൈസ് ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം ഇഞ്ചി, ഒരു വെല്ലുള്ളിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക്, പിന്നെ നമ്മൾ മെയിനായിട്ടുള്ള ചേമ്പ് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അതും എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഒരു ചട്ടി എടുത്തിട്ട് അതിലേക്ക് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ചേമ്പും പിന്നെ തക്കാളിയും അതുപോലെ തന്നെ സവാള, പച്ചമുളക്, ഇഞ്ചി, പിന്നെ ആവശ്യത്തിന് മുളകും പൊടി ഇട്ടെടുക്കാം. അതായത് 1 സ്പൂണാണ് മുളകും പൊടി ഇട്ടെടുത്തിട്ടുള്ളത്. പിന്നെ 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇത് വേവിക്കാൻ വെക്കണം. ചേമ്പ് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് തേങ്ങ ഒഴിച്ച് പാരണം. അതിന് വേണ്ടിയിട്ട് തേങ്ങ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു മുറി തേങ്ങയാണ്. അതിലേക്ക് ചെറിയുള്ളി, വെളുത്തുള്ളി, കറിവേപ്പില, വെള്ള ജീരകം, ഒരു പാൻ വെച്ചിട്ട് ഇതിലേക്ക് ഇതാ തേങ്ങ വറുക്കാനായിട്ട് ഇട്ടെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടെടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുക്കുക. കളറ് മാറുന്നത് വരെ ഇതൊന്ന് വറുത്തെടുക്കണം. പിന്നെ ഇതാ നന്നായിട്ട് തേങ്ങ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ട് ചൂടാറിയതിൻ്റെ ശേഷം ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുത്തിട്ടുള്ള തേങ്ങ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഈ കറി നന്നായിട്ടതൊന്ന് തിളച്ച് വരണം. തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിൽ തീ ഓഫാക്കിടാം. ഇനി ഇതിലേക്ക് വറവാക്കണം. അതിന് വേണ്ടിയിട്ടൊരു പാൻ വെച്ചെടുക്കുക, വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. പിന്നെ അതാ കടുകും ഉലുവയും കൂടി ഇട്ട് പൊട്ടിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് മുളകും പൊടി, കളറിന് ആവശ്യത്തിനുള്ള കാശ്മീരി ചില്ലി പൗഡർ ഇട്ടെടുക്കുന്നുണ്ട്. പിന്നെ അതാ കറിവേപ്പില ഇട്ടെടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതാ നമ്മുടെ കറി ഇവിടെ റെഡിയായി. കാണാൻ നല്ല രസമുണ്ട്, ഇതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നാടൻ ചേമ്പ് കറിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. നമ്മുടെ ചോറിൻ്റെ കൂടെയൊക്കെ കൂട്ടി കഴിക്കാൻ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണേ.